ഹായ്, ഇതാ ഒരു കിടിലൻ പ്രസംഗം ഒരു മുൻ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ വക. വേൾഡ് ആസ് വൺ എക്കണോമിക് ആൻഡ് കൾച്ചറൽ യൂണിറ്റ്, അതായത് ലോകം ഒന്നാകെ ഒരൊറ്റ സാമ്പത്തിക സാംസ്കാരിക യൂണിറ്റ്. ബൈ മേഘ്നാദ് സഹ. ഫ്രണ്ട്സ്, ദിസ് ഈസ് പാർട്ട് 1 of the video with a brief intro, the main points and the short answer questions. Take a look at the intro. Meghnad Saha was a renowned Indian scientist. പ്രസിദ്ധനായ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്നു മേഘ്നാദ് സഹ. He was also a member of parliament. ഓർക്കണം, അദ്ദേഹം ഒരു പാർലമെന്റ് അംഗം കൂടിയായിരുന്നു. World as one economic and cultural unit was his presidential address at the Indian Science Congress in Bombay in 1934. നമുക്കിവിടെ പഠിക്കാനുള്ള പാഠം വേൾഡ് ആസ് വൺ എക്കണോമിക് ആൻഡ് കൾച്ചറൽ യൂണിറ്റ് 1934 ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ബോംബെയിൽ വെച്ച് നടന്നപ്പോൾ അവിടെ അദ്ദേഹം നടത്തിയ അധ്യക്ഷ പ്രസംഗമാണ്. The speech gives expression to his concerns relating to the education system of those days as well as the development of India. ഈ പ്രസംഗത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, അക്കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പറ്റിയുള്ള ആശങ്കകൾ. രണ്ട്, ഭാരതത്തിൻ്റെ വികസനം. Well friends, this is a brief intro. Now take a look at the main points of the speech. Number 1, the world is fast becoming one economic unit. Examples. അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ കാര്യം, ഈ ലോകം വളരെ പെട്ടെന്ന് ഒരൊറ്റ സാമ്പത്തിക യൂണിറ്റായി തീർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. 2-3 ഉദാഹരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. Number 2, the rulers of countries must become earthwide in their outlook. The people who guide the nations are mostly men with a rigid outlook, unfit to fathom the depths of present-day troubles. അതായത് ലോകരാജ്യങ്ങളിലെ ഭരണാധികാരികൾ അവരുടെ കാഴ്ചപ്പാട് മാറ്റണം. ലോകത്തെ ഒന്നായി കാണുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് അവർ വളരണം. ഇപ്പോൾ അവരുടെ കാഴ്ചപ്പാട് വളരെ ഇടുങ്ങിയതാണ്. ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങളുടെ ആഴം അളക്കാൻ അവർ യോഗ്യരല്ല. Number 3, the present system of education is faulty. The system should change. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം വളരെ കുഴപ്പം പിടിച്ചതാണ്, അത് മാറണം. Number 4, the world has sufficient resources to feed the entire world. We need a rational program of production and a judicious and equitable distribution. Then nobody should suffer from hunger. ഈ ലോകത്തുള്ള ജനതയെ മുഴുവൻ തീറ്റിപ്പോറ്റാനുള്ള ആഹാരം ഈ ലോകത്തുണ്ട്. പിന്നെന്താ കുഴപ്പം എന്ന് ചോദിക്കാം. എന്നിട്ടും പകുതിയിലേറെ പേർ പട്ടിണിയിലാണ്. ഇതെങ്ങനെ മാറ്റാം? ആഹാര സാധനങ്ങളുടെ ഉൽപ്പാദനത്തിനും വിതരണത്തിനും യുക്തിസഹമായ ഒരു പദ്ധതി ഉണ്ടാവണം. അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് ഒരു മനുഷ്യക്കുഞ്ഞിനും പട്ടിണി കിടക്കേണ്ടി വരില്ല. Number 5, but for this purpose nations should have cooperative construction. അതുണ്ടാവണമെങ്കിൽ രാജ്യങ്ങളുടെ ഇടയിൽ ഒരു നല്ല കൂട്ടായ്മ ഉണ്ടാവണം, പൂർണ്ണ സഹകരണത്തോടെയുള്ള പ്രവർത്തനം. The politician should hand over many of his functions to an international board of trained scientific industrialists, economists and eugenists. They will think of the whole world as a unit and plan accordingly. ഇന്ന് രാഷ്ട്രീയക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അവരിൽ നിന്ന് മാറണം. എന്നിട്ട് മറ്റൊരു അന്താരാഷ്ട്ര സംവിധാനം ഉണ്ടാവണം. ആ സംവിധാനം പ്രവർത്തിക്കുന്നത് നല്ല പരിശീലനം സിദ്ധിച്ച ശാസ്ത്രാവബോധമുള്ള വ്യവസായികൾ, സാമ്പത്തിക വിദഗ്ധർ, ഗുണമേന്മ വർദ്ധിച്ച മനുഷ്യ സമൂഹം സൃഷ്ടിക്കുന്നതിനെപ്പറ്റി ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ എന്നിവർ അടങ്ങുന്ന ഒരു സംഘം ആളുകളുടെ കൂട്ടായ്മയിലൂടെയാവണം.
And here is the last point. The educational program is to be thoroughly revised. The new system should train the coming generation to a proper grasp and sufficient appreciation of the beauty and powers of science. നമ്മുടെ ഭാരതത്തിൽ ഉൾപ്പെടെ ഈ ലോകത്താകമാനമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം അടിമുടി പരിഷ്കരിക്കണം. ഈ വരുന്ന തലമുറയിൽപ്പെട്ട ആളുകൾക്ക് പരിശീലനം കൊടുക്കണം. എന്ത് പരിശീലനം? ശാസ്ത്രത്തിൻ്റെ ശക്തിയും സൗന്ദര്യവും നന്നായി മനസ്സിലാക്കാനും വേണ്ട രീതിയിൽ ആസ്വദിക്കാനുമുള്ള പരിശീലനമാണ് പുതുതലമുറയ്ക്ക് കൊടുക്കേണ്ടത്. Friends, these are the main points. Now take a look at the short answer questions. Here is question number 1. What are the examples given by Meghnad Saha to suggest that the world is fast becoming one economic unit? ഈ ലോകം വളരെ വേഗത്തിൽ ഒരൊറ്റ സാമ്പത്തിക യൂണിറ്റായി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞുവല്ലോ. ഇതിന് നമ്മുടെ മേഘനാഥ് സഹ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ചോദ്യം. Now here is the answer. Meghnad Saha says that the world is fast becoming one economic unit. അതെ, ഈ ലോകം വളരെ പെട്ടെന്ന് തന്നെ ഒരൊറ്റ സാമ്പത്തിക യൂണിറ്റായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. For example, a crash in Wall Street leads to a strike in Bombay mills. ഉദാഹരണത്തിന് അമേരിക്കയിൽ ന്യൂയോർക്കിലെ വാൾ സ്ട്രീറ്റിൽ, ഓർക്കണം, വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ, അതായത് ലോക സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സാണ് വാൾ സ്ട്രീറ്റ്. അവിടെയാണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അമേരിക്കയിലെ ഫെഡറൽ റിസർവ് ബാങ്ക്, ലോകത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ബാങ്കുകളുടെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ഈ വാൾ സ്ട്രീറ്റിലാണ്. അപ്പോൾ ഈ വാൾ സ്ട്രീറ്റിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഉടൻ തന്നെ അത് ബോംബെയിൽ പ്രതിഫലിക്കും. എങ്ങനെ? ബോംബെയിലെ മില്ലുകളിൽ അപ്പം തന്നെ സമരം, അതായത് പണിമുടക്കും. അൺഎംപ്ലോയ്മെന്റ് ഇൻ ലാങ്കഷയർ ലീഡ്സ് ടു ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് ജൂട്ട് ഇൻ ബംഗാൾ ആൻഡ് അൾട്ടിമേറ്റ്ലി ടു ഹിന്ദു മുസ്ലിം റൈറ്റ്സ്. ബ്രിട്ടനിലെ ലാങ്കഷറിൽ തൊഴിലില്ലായ്മ ഉണ്ടായാൽ ബംഗാളിൽ ജൂട്ട്, അതായത് ചണത്തിൻ്റെ വിലയിടിയും. അങ്ങനെ അവസാനം അത് ഹിന്ദു മുസ്ലിം ലഹളയിൽ കലാശിക്കുകയും ചെയ്യും. എ പ്രോസ്പെറസ് ഇയർ ഇൻ ഇന്ത്യ ലീഡ്സ് ടു ഇൻക്രീസ് ദി കൺസംഷൻ ഓഫ് ഫോറിൻ ഗുഡ്സ്. സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മെച്ചപ്പെട്ട ഒരു വർഷം ഇന്ത്യയിൽ ഉണ്ടായാൽ വിദേശ സാധനങ്ങൾ ഇവിടെ ധാരാളം ഉപയോഗിക്കപ്പെടുന്നത് കാണാം. Friends, this is the answer. Now, short answer question number 2. Why did Saha call the present system of education faulty? അക്കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം നല്ലതായിരുന്നില്ല എന്ന് മേഘനാഥ് സഹ പറയാൻ കാരണമെന്ത്? ഇതാണ് ചോദ്യം. സഹ says that the present system of education is faulty. അതെ, അദ്ദേഹം പറയുന്നു അക്കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അത്ര നല്ലതായിരുന്നില്ല എന്ന്. ഇറ്റ് സീക്സ് ടു പെർപെച്യുവേറ്റ് ദ മെഡീവൽ മൈൻഡ് ആൻഡ് ബ്രിങ്സ് ഓൺലി എ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ദ പോപ്പുലേഷൻ അണ്ടർ ദ ഹ്യൂമനൈസിങ് ഇൻഫ്ലുവൻസ് ഓഫ് സയൻസ്. മധ്യ കാലഘട്ടത്തിലെ ആ ഇടുങ്ങിയ മനസ്സും കാഴ്ചപ്പാടുമാണ് ആ വിദ്യാഭ്യാസം ആളുകളിൽ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ആളുകളെ കൂടുതൽ മാനുഷിക മൂല്യമുള്ളവരാക്കി മാറ്റാനുള്ള ശാസ്ത്രത്തിൻ്റെ സ്വാധീനം വളരെ കുറച്ച് ആളുകളിൽ മാത്രമേ ആ വിദ്യാഭ്യാസ സമ്പ്രദായം എത്തിച്ചുള്ളൂ. ഇതാണ് ഉത്തരം. Now, question number 3. According to Saha, what is the result of the present faulty system of education? അക്കാലത്തെ ആ കുഴപ്പം പിടിച്ച വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഫലം എന്തായിരുന്നു? ഇതാണ് ചോദ്യം. The result of the present faulty system of education is disastrous. അതിൻ്റെ ഫലം വളരെ ഭീകരമായിരുന്നു, അതിഭയാനകമായിരുന്നു. The people who are called upon to guide the nations are mostly men with a rigid outlook. ഈ ലോകരാഷ്ട്രങ്ങളുടെ നായക സ്ഥാനത്തിരുന്ന ആളുകളുടെയൊക്കെ മനോഭാവവും കാഴ്ചപ്പാടും വളരെ ഇടുങ്ങിയതായിരുന്നു. They are unfit
to fathom the depths of present day troubles or analyze the intricacies of political and economic issues. ഈ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങളുടെ ആഴമളക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ലോകത്തെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ വിശകലനം ചെയ്യാനും അവർക്കാവില്ലായിരുന്നു. They are also unable to hold out any program of reconstruction. അതുപോലെ തന്നെ ഈ ലോകക്രമത്തിൻ്റെ പുനഃസൃഷ്ടിക്കുള്ള എന്തെങ്കിലും ഒരു നല്ല പദ്ധതി ആസൂത്രണം ചെയ്യാനും അവർക്കാവില്ലായിരുന്നു. This is the answer. Now, question number 4. What is the role of eugenics in nation building? Eugenics, അതായത് കൂടുതൽ ഗുണമേന്മയുള്ള മനുഷ്യരെ സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെ എങ്ങനെ സൃഷ്ടിക്കാം എന്ന് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ. അവരുടെ അഭിപ്രായത്തിൽ എല്ലാ ദമ്പതിമാർക്കും കുട്ടികളുണ്ടാവാൻ പാടില്ല. തിരഞ്ഞെടുത്ത ദമ്പതിമാർക്ക് മാത്രമേ കുട്ടികളുണ്ടാവാൻ പാടുള്ളൂ. ഈ വിഷയത്തെപ്പറ്റി പഠിക്കുന്ന ആളുകളാണ് യൂജനിസ് അഥവാ യൂജനിസിസ്. നമ്മൾ ഇപ്പറഞ്ഞ ഒരു നല്ല രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ ഈ ആളുകൾക്കുള്ള പങ്കെന്താണ്? ഇതാണ് ചോദ്യം. യൂജനിസ് ഓർ യൂജനിസിസ് are scientists concerned with improving human species by selective breeding, that is through careful selection of parents. Eugenics അഥവാ യൂജനിസിസ് ഇവിടെ ഇപ്പോൾ വിവരിച്ച തരത്തിലുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശാസ്ത്രജ്ഞരാണ്. അതായത് ശ്രദ്ധാപൂർവം സിലക്ട് ചെയ്യുന്ന മാതാപിതാക്കൾക്ക് മാത്രമേ കുട്ടികളുണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ നല്ല മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുന്ന ആളുകൾ. They should devise means for assigning a fixed quota of population to each geographical unit which should not be allowed to exceed. ഈ യൂജനിസിസ് എന്ത് ചെയ്യണമെന്നോ ഓരോ ഭൂപ്രദേശത്തും എത്ര ആളുകൾ വരെ ആവാം, അതായത് ജനസംഖ്യ എത്ര വരെ ആവാം എന്ന് കണ്ടുപിടിച്ചിട്ട് അത്രയും ജനസംഖ്യ മാത്രമേ അവിടങ്ങളിൽ ഉണ്ടാവാൻ അനുവദിക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും അധികമാവരുത്. ഇതാണ് യൂജനിസിസിൻ്റെ ജോലി. ദിസ് ഈസ് ദി ആൻസർ. നൗ ഫ്രണ്ട്സ്, ടേക്ക് എ ലുക്ക് അറ്റ് ദ ലാസ്റ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ. ഹൗ വിൽ ദ ജോയ് ഓഫ് ലൈഫ് ബി പ്രൊവൈഡഡ് ഫോർ ഗ്രോൺ അപ്പ് മെൻ? മുതിർന്ന ആളുകൾക്ക് എന്ത് ജീവിത സുഖമാണ് കിട്ടുന്നത്? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. ടേക്ക് എ ലുക്ക് അറ്റ് ദി ആൻസർ. The joy of life for the grown-up men will be provided in administering to their needs and in free development and display of the finer faculties of the mind. ഒന്ന്, അവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുക. രണ്ട്, അവരുടെ മനസ്സിൻ്റെ നല്ല കഴിവുകൾ വികസിപ്പിക്കാൻ ആവശ്യമായ സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുക. ഇത്തരത്തിലുള്ള ജീവിത സുഖമാണ് മുതിർന്ന ആളുകൾക്ക്. നോട്ട് ഇൻ ഡിസൈനിങ് മീൻസ് ഫോർ ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് അവർ ഫെലോ മെൻ ഇൻ വേരിയസ് വേയ്സ്. അല്ലാതെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനും തല്ലാനും കൊല്ലാനും ഒക്കെയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് സുഖിക്കുകയല്ല അവർ ചെയ്യേണ്ടത്. ഇതാണ് ഉത്തരം. ആൻഡ് ദീസ് ആർ ദ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. See you again soon. Bye bye.